ചോദ്യം: വൈവാഹിക ബന്ധം മൂലം വിവാഹം നിഷിദ്ധമായവർ ആരെല്ലാം? ഉത്തരം: പിതാവിൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ, ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ മകൾ എന്നീ 4 വിഭാഗമാണ് വൈവാഹിക ബന്ധം മൂലം വിവാഹം കഴിക്കൽ നിഷിദ്ധമായവർ. ചോദ്യം: നിക്കാഹ് കൊണ്ട് തന്നെ ഇവർ നിഷിദ്ധമാകുമോ? ഉത്തരം: ഇവരിൽ ആദ്യം പറഞ്ഞ 3 വിഭാഗവും സ്വഹീഹായ നിക്കാഹ് കൊണ്ട് തന്നെ നിഷിദ്ധമാകുന്നതാണ്. അതായത്, പിതാവ് ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ അവൾ മകന് വിവാഹബന്ധം നിഷിദ്ധമാണ്. പിതാവ് അവളുമായി ബന്ധപ്പെടും മുമ്പ് അവളെ ത്വലാഖ് ചൊല്ലിയാലും മകന് അവളെ വിവാഹം ചെയ്യാൻ പാടില്ല. അതുപോലെ മകൻ്റെ ഭാര്യയെ സംയോഗത്തിന് മുമ്പ് മകൻ ത്വലാഖ് ചൊല്ലിയാലും അവളെ ഒരിക്കലും പിതാവിന് വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കലോടുകൂടി അവളുടെ ഉമ്മയുമായി അവൻ വിവാഹബന്ധം നിഷിദ്ധമായി. അവൻ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാലും ഭാര്യയുടെ ഉമ്മയെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ ഭാര്യയുടെ മകൾ അവന് നിഷിദ്ധമാവണമെങ്കിൽ ഭാര്യയെ സംയോഗം ചെയ്യണം. അതിനു മുമ്പ് ഭാര്യയെ ഒഴിവാക്കിയാൽ അവളുടെ മകളെ നിക്കാഹ് ചെയ്യാവുന്നതാണ്. ചോദ്യം: ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞതിൽ അവളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉമ്മ ഉൾപ്പെടുമോ? ഉത്തരം: അതെ, ഉൾപ്പെടുന്നതാണ്. ചോദ്യം: ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ ഉപ്പയെ കാണാമോ? അദ്ദേഹത്തെ അവൾ തൊട്ടാൽ ഉളൂ മുറിയുമോ? ഉത്തരം: കാണാം. തൊട്ടാൽ ഉളൂ മുറിയില്ല. കാരണം അവർ തമ്മിൽ വൈവാഹിക ബന്ധം മൂലം വിവാഹം നിഷിദ്ധമായവരാണ്. ചോദ്യം: ഭാര്യയെ വിവാഹമോചനം നടത്തിയ ശേഷം അവളുടെ മാതാവിനെ കാണൽ പൂർവ്വ മരുമകന് അനുവദനീയമാണോ? ഉത്തരം: അതെ, കാണലും തൊടലും അനുവദനീയമാണ്. കാരണം ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യലോടുകൂടി അവളുടെ മാതാവ് പ്രസ്തുത പുരുഷന് വിവാഹബന്ധം ശാശ്വതമായി നിഷിദ്ധമായ ബന്ധുവായി കഴിഞ്ഞു. അവളെ തൊട്ടാൽ ഉളൂ മുറിയില്ല. ഭാര്യയെ വിവാഹമോചനം ചെയ്തതുകൊണ്ട് ഈ ബന്ധുത്വം മുറിയുകയില്ല. ചോദ്യം: ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. സംയോഗശേഷം ത്വലാഖ് ചൊല്ലി. ഇദ്ദ കഴിഞ്ഞ ശേഷം മറ്റൊരാൾ അവളെ വിവാഹം ചെയ്തു. അതിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ഈ കുട്ടിയെ സ്ത്രീയുടെ ആദ്യ ഭർത്താവിന് വിവാഹം കഴിക്കാമോ? ഉത്തരം: പാടില്ല. തൻ്റെ മുൻ ഭാര്യയുടെ മകളാണല്ലോ ഈ കുട്ടി. ഭാര്യയെ സംയോഗം ചെയ്യലോടുകൂടി ഈ പെൺകുട്ടി തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായവളായി. അവളെ തൊട്ടാൽ ഉളൂ മുറിയില്ല. ചോദ്യം: ഭാര്യ മാതാവ് അമുസ്ലിമാണെങ്കിൽ അവളെ തൊട്ടാൽ ഉളൂ മുറിയുമോ? ഉത്തരം: ഭാര്യയുടെ മാതാവ് മുസ്ലിമായാലും അമുസ്ലിമായാലും തൊട്ടാൽ ഉളൂ മുറിയുകയില്ല.